ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിലെ വെണ്ടല്ലൂർ മങ്കേരി പാടശേഖരത്ത് ഇതിപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഇപ്പോൾ ഇത്. അതായത് വേസ്റ്റ് ഇവിടെ നിന്ന് തട്ടിയെടുക്കുകയാണ്. ഇത് ഈ അടുത്തൊന്നും ഉള്ള സ്ഥലത്തുനിന്ന് വന്നതല്ല. അപ്പോൾ സംഭവം ഏറ്റവും ഈ സ്ഥലത്തെ പറ്റി ഏറ്റവും കൂടുതൽ അറിവുള്ള ഒരാളുടെ സഹായത്തോടു കൂടി മാത്രമാണ് ആ വണ്ടി ഇവിടെ വന്ന് തട്ടിയിട്ടുണ്ടാവുക. കാരണം ഇതിന് മുന്നേ ഇത്തരത്തിൽ മങ്കേരി ജിലാനി കോളേജിൻ്റെ ഭാഗത്തൊക്കെ ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ, പുറത്തുനിന്നുള്ള ഹോസ്പിറ്റൽ വേസ്റ്റുകൾ, അനവധിയായുള്ള വേസ്റ്റുകൾ കൊണ്ടുവന്ന് തട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ വൻതോതിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായതാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സ്ഥലം അവർ മാറ്റി പിടിച്ചു. ഇപ്പോൾ പാടത്തിൻ്റെ ഏകദേശം ഒരു റോട്ടിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ഉള്ളിലേക്ക് പാടത്ത് ഈ നെല്ലും വൈക്കോലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി വണ്ടികൾ ട്രാക്ക് ആയ സ്ഥലത്തു കൂടെ കൊണ്ടുപോയിട്ട് ഇവിടെ തട്ടണം എന്നുണ്ടെങ്കിൽ ഈ നാട്ടിലുള്ള ആളുകളുടെ പൂർണ്ണമായ സമ്മതത്തോടും അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ലാതെ ഇവിടെ ഇപ്പോൾ അതിൽ വന്ന് കാണുന്ന അഡ്രസ്സ് പറഞ്ഞാൽ ഈ ഒരു ബോർഡിൽ കാണുന്ന തൃശ്ശൂരാണ്, ആമ്പല്ലൂർ തൃശ്ശൂരുള്ള ഒരു ബോർഡാണ് ഇപ്പോൾ ഈ കിടക്കുന്നത്. ഒന്നുകിൽ സ്ക്രാപ്പ് നടത്തുന്ന ആളുകളുടെ അവർ സ്ക്രാപ്പിൽ പോകാത്ത സാധനങ്ങൾ കൊടുക്കുന്നതാണ്. ഇതിൽ ഹോസ്പിറ്റൽ വേസ്റ്റ് ഉണ്ട്, മറ്റു പല വേസ്റ്റുകളുണ്ട്, പല സ്ഥാപനങ്ങളുണ്ട്, വാഹനങ്ങളുടെയാണ് കൂടുതൽ. സീറ്റ് എടുക്കാത്തരത്തിൽ പോകാത്ത സംഭവങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വലിയൊരു വിപത്താണ്. നമ്മളിതിൻ്റെ ഉപയോഗങ്ങൾ കുറച്ച് കൊണ്ടുവരിക. പിന്നെ ഇത്തരത്തിലുള്ള ചെറിയ തോതിലാണെങ്കിലും വലിയ തോതിലാണെങ്കിലും നമ്മൾ കൊണ്ടുപോയിട്ട് ഇത്തരത്തിൽ പൊതുവായ സ്ഥലത്ത് ഇടുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും എല്ലാവർക്കും വലിയൊരു വിപത്തായി മാറും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്കെതിരെ നമ്മളൊക്കെ ശബ്ദിക്കണം. കണ്ടില്ല എന്ന് നടിച്ചിരിക്കരുത്. ദയവ് ചെയ്ത് ഇതൊക്കെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ ഇതിനൊക്കെ റീസൈക്ലിംഗ് ആയുള്ള സംഭവങ്ങളുണ്ട്. ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റംസിലൂടെ നമ്മൾ പ്ലാസ്റ്റിക്കൊക്കെ അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള നൂറ്റാണ്ടുകൾ കടന്നു പോയാലും ഈ പ്ലാസ്റ്റിക്കിനൊന്നും ഇനിയിപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാതിരിക്കുക.